ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് വാഷി ടേപ്പ് ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഒരു പർപ്പിൾ വയലറ്റ് തീമിലുള്ള ഈ ഒരു വാഷി ടിപ്സാണ്. ഇതിൽ നിന്ന് ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. എന്താ പറയുക, എന്ത് വേണമെങ്കിലും വിചാരിക്കാം. സ്ട്രിങ് ലൈറ്റ്സോ അല്ലെങ്കിൽ ബൾബോ, അങ്ങനെ നല്ല ഭംഗിയുള്ള സ്റ്റിക്കറാണിത്. അപ്പം ഇതാണ്, ഈ ഒരു തീമാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വാഷി ടേപ്പ് ഒട്ടിക്കാം. ഇപ്പം ഫെബ്രുവരി ലാസ്റ്റ് വീക്കാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് പ്ലാൻ വിത്ത് മീ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടമുണ്ടോ എന്നുള്ളത് പറയൂ. ഞാൻ കുറച്ചുകൂടെ റെഗുലർ ആവാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊച്ചിയിലാണ് ഇപ്പോൾ. ഞങ്ങൾ കൊച്ചിയിലേക്ക് മാറി, കൊല്ലത്തിൽ നിന്ന്. അപ്പോൾ വീട് ഷിഫ്റ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. ജാനുവരി ലാസ്റ്റ് വീക്കാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. എക്സാക്ട്ലി ഡേറ്റ് പറയുകയാണെങ്കിൽ 26-നാണ് കേട്ടോ, റിപ്പബ്ലിക് ഡേ ദിവസം ആണ് ഞാൻ എന്താ കട്ടാവത്ത്. അത് കഴിഞ്ഞ ഉടനെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ബിസിയായി. ഓൾമോസ്റ്റ് 1 വീക്ക് ഞാൻ പാലക്കാടുണ്ടായിരുന്നു. അവിടെ വീടൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ 4 ദിവസം മുമ്പാണ് വന്നത്. അപ്പോൾ മെല്ലെ വീട് ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വരുന്ന വീഡിയോസിലൊക്കെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് മെല്ലെ സ്റ്റുഡിയോ ലൈറ്റ് തന്നെ എടുത്തത്. അതിൻ്റേതായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്. ലൈറ്റൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇനിയും സാധനങ്ങൾ ഒരുപാട് കട്ടിൽ പോലും ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നിലത്താണ് കിടക്കുന്നത്. അതേമാതിരി ഗ്യാസ് ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഗ്യാസിൻ്റെ സാധനങ്ങൾ തന്നെ എല്ലാം ഓരോ ഇതിലേക്കാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണ് കഴിക്കുന്ന പ്ലേറ്റ് കിട്ടിയത്. ഊഹിക്കാലോ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കല്യാണത്തിൻ്റെ സാധനങ്ങൾ മാത്രം ഉള്ളതിൽ നിന്ന് പാക്കെന്ന് വലിച്ചുവാരി എടുത്ത് പോയതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്തു, തുണി നനച്ചിടാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാലേ നമുക്ക് കറക്റ്റ് റുട്ടീൻ വരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണാത്തത്. നമ്മൾ ലാസ്റ്റായിട്ട് പാൽ പൊങ്കലാണ് ഇട്ടത്. അതിനുശേഷം ഞാൻ ഒരു കുക്കിംഗ് വീഡിയോയും ചെയ്തിട്ടില്ല. അപ്പം ദയവീത് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാനൊന്ന് വീട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോം ടൂർ കാണണമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വീടൊക്കെ സെറ്റ് ചെയ്ത ശേഷം അതിന് സമയം എടുക്കും കേട്ടോ. വീടൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് വീട് ഞാൻ ഹോം ടൂർ കാണിച്ചു തരാം. ഞാൻ എന്തായാലും എംപ്റ്റി ഹൗസ് ടൂർ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇടണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ഞാൻ തന്നെ വാഷി ടേപ്പ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു തുടങ്ങാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഫാക്ടർ നോട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ 2 സ്റ്റിക്കേഴ്സ് സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വാവ് സ്റ്റിക്കേഴ്സ് സെറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കർ വാങ്ങിയതും കാര്യം ഭയങ്കര രസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന ശേഷം, കൊച്ചിയിൽ വന്ന ശേഷമാണ് ഞാൻ ഈ സ്റ്റിക്കർ, ഇതാണ് കേട്ടോ സ്റ്റിക്കർ കിറ്റ്. ഇതാണ് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ ഓർഡർ ചെയ്തത്. മീൻസ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ആണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു കോൾ വരുന്നു രാവിലെ. ഈ സ്റ്റിക്കേഴ്സിൻ്റെ കമ്പനിയിൽ നിന്ന് ആൾക്കാരാണ്. നിങ്ങൾ എവിടെയാണ്? കൊച്ചിയിലാണോ? ഞങ്ങളുടെ കമ്പനിയും കൊച്ചിയിലാണ്. അപ്പോൾ വെറുതെ ഇനി പാർസൽ അയക്കണോ, നേരിട്ട് കൊണ്ടു തരട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം തന്നെ പിറ്റേ ദിവസം തലേദിവസം ഓർഡർ ചെയ്തു. തലേദിവസം രാത്രി വെരി ലേറ്റ് നൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോഴേക്കും എനിക്ക് സ്റ്റിക്കർ കയ്യിൽ കിട്ടി. ഓക്കെ, അതാണ് സ്റ്റിക്കറിൻ്റെ കഥ. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്ക്ലി റിവ്യൂ സെക്ഷനിലും ഇതേ വാഷി ടേപ്പ് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെയാണ് ഈ സ്റ്റിക്കർ കിട്ടിയത്. അത് കഴിഞ്ഞുകൊണ്ട് വാലൻറ്റൈൻസ് ഡേ ആയി. ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ
വാലന്റൈൻസ് സ്പെഷ്യൽ സ്റ്റിക്കേഴ്സാണ് നമ്മൾ ഒട്ടിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ, വീക്ക്ലി പ്ലാൻ വിത്ത് മീ വീഡിയോ കഴിഞ്ഞ ആഴ്ചത്തെ. ഓക്കെ, ഈ വാഷി ടേപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി താഴേക്ക് വേറെ വാഷി ടേപ്പ് ഒട്ടിക്കാം. നമുക്ക് താഴേക്ക് ഈ ബട്ടർഫ്ലൈ ഒട്ടിക്കാം. അങ്ങനെയാണ് ഫാക്ടർ നോട്ട്സ് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഫാക്ടർ നോട്ട്സ് എന്ന സ്റ്റിക്കർ ബുക്ക് വാങ്ങിയ കാര്യമാണ്. അങ്ങനെയാണ് ഫാക്ടർ നോട്ട്സിൻ്റെ സ്റ്റിക്കർ ബുക്ക് വാങ്ങിയത്. ഇനി അപ്പോൾ സ്റ്റിക്കർ ഇതാ വാഷി ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ച് തുടങ്ങാം. അപ്പോൾ ഇതാണ് സ്റ്റിക്കർ കിറ്റ്. നിറയെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഓരോ സ്റ്റിക്കർ ഷീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. 500 or 600 റുപ്പീസാണ്. ഒരു 500 അണ്ടർ 500 റുപ്പീസാണ് വരുന്നത്. അല്ല, 600 റുപ്പീസാണ് വരുന്നത്, 599. അപ്പോൾ നമുക്ക് ഇതിൽ 24 ഷീറ്റ് ഓഫ് സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ആനിമൽ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. പല സെക്ഷൻസ് അവൈലബിൾ ആണ്. പല സെക്ഷൻസ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു റീലായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പല സ്റ്റിക്കേഴ്സിൻ്റെയും ഇതേപോലെ റീൽ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി എൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പോയി ക്ലിക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. 1, 2 ആനിമൽ സ്റ്റിക്കേഴ്സാണ്. 3, 4 ഈ 4 സ്റ്റിക്കേഴ്സിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒട്ടിക്കാം. എല്ലാം വേണ്ടി വരില്ല, ചിലപ്പോൾ 2 സ്റ്റിക്കർ ഷീറ്റ് മതിയായിരിക്കും അല്ലേ. അപ്പോൾ എനിക്കിത് ഈ പാണ്ട ഭയങ്കര ഇഷ്ടമായി. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഓക്കെ, കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്യൂട്ട് ബേസാണ് കേട്ടോ ഇത്. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. ദേ നോക്കൂ, ബി കണ്ടോ എന്ത് ക്യൂട്ടാന്ന് നോക്കൂ. ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റിക്കേഴ്സ്. സോ ഇതാണ് ഞാൻ ആദ്യം ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു വീക്ക്ലി എന്താ ചെയ്യുക, ഒരു വീക്ക്ലി കോട്ട് കൊടുക്കാം. ഇന്ന് കൊടുക്കുന്ന കോട്ട് കാണാം. വുമൻ with voice is by definition a strong woman എന്നുള്ളൊരു കോട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ആഴ്ച സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ് കേട്ടോ. ഒന്നുകൂടെ ഞാനതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. സോ ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് തുടങ്ങാം. അതിനുശേഷം നമുക്ക് ബോക്സസ് ഒട്ടിക്കാം. അതിനുശേഷം വീഡിയോസ് എൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് ഉള്ളത് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, സോ ആദ്യം ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഇത് ഒട്ടിക്കാം, മങ്കി ബിസിനസ്. ഓക്കെ, ഇതാണ് ആദ്യം ഒട്ടിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കത് ഈ കൂൾ സ്മൈലി സ്റ്റിക്കറും കൂടെ ഒട്ടിക്കുന്നുണ്ട്. ഓക്കെ, ട്യൂസ്ഡേ നമുക്ക് ഈ ഫീലിങ്സ് ആക്കി പാണ്ട കൈൻഡ് ഓഫ് വൈബായില്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു എലിഫൻ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ.
കണ്ടോ, നല്ല ക്യൂട്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ള ആനിമൽ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഇവിടെ കുറേ നേരമായി നോട്ടം വെച്ചിരിക്കുകയാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. എന്നിട്ട് അടുത്തോട് ബീവ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അത് നമുക്ക് ഒട്ടിക്കാം. അയ്യോ, പതുക്കെ മെല്ലെ കീറിയിട്ടോ, അപ്പോൾ സൂക്ഷിച്ചെടുക്കണേ. അതിൽ കീറി വന്നു. അത് നല്ല നല്ല പശയാണ് ഉള്ളത്. പക്ഷേ ഞാൻ എടുത്തതിൽ കീറിപ്പോയി. കുഴപ്പമില്ല എന്ന് തോന്നണു. ബിലീവ് ഇൻ യുവർ സെൽഫ് കീറിപ്പോയി. ഓക്കെ, സാരമില്ല. നമുക്ക് ഈ ഒരു പാണ്ടേ കൂടെ താഴെ കൊടുക്കാം. ഫ്രൈഡേ ആയിട്ട് ഓക്കെ. ലാസ്റ്റ് ഡേ നമുക്ക് എംബ്രേസ് യുവർ ഓസംനെസ്. കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞ പാണ്ടയുടെ കൂടെ നമുക്ക് ഈ ഒരു ഹാർട്ട് ബലൂൺ പിടിച്ച് നിൽക്കുന്ന കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, കണ്ടോ, ശരിയായില്ലേ? സൺഡേക്ക് നമുക്ക് സ്റ്റേ പോസിറ്റീവ്. ഇതാണ് ഈ പേജ് ഫിനിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് വലുതായിട്ടൊന്നും ഒട്ടിക്കാനില്ല, ചെറുത് മാത്രമേ ഞാൻ ഒട്ടിക്കുന്നുള്ളൂ. സോ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും നമ്മൾ ബാക്കി എഴുതാനുള്ളതായതുകൊണ്ട് ഇത്രയും എഴുതുന്നുള്ളൂ. ഇനി നമുക്ക് ബോക്സ് ഒട്ടിക്കാനുണ്ട്. സോ ബോക്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നമ്മൾ കഴിഞ്ഞ ആഴ്ച യൂസ് ചെയ്ത അതേ സ്റ്റിക്കർ ഷീറ്റിൽ നിന്ന് ഈ ഒരു പർപ്പിൾ സെക്ഷനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ലൈനാണ് ഞാൻ എടുക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്റ്റിക്കർ എടുക്കാം കേട്ടോ. സൺഡേക്ക് ഞാനൊന്നും വർക്കൊന്നുമില്ല, ഒട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി എഴുതാം. മൺഡേ അപ്ലോഡ് എൻ്റെ ഫുഡി ടോക്കാണ്. ഇന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ എഡിറ്റ് ചെയ്യണം. മൺഡേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. ഓക്കെ, ട്യൂസ്ഡേക്ക് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റിക്കർ റീൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ ഫിൽ ചെയ്യുന്നുള്ളൂ. ഇനി വരുന്നതനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. ആക്ച്വലി തേഴ്സ്ഡേ നമുക്ക് എന്താ പറയുക, വീക്ക്ലി പ്ലാൻ വിത്ത് മീ വീഡിയോ ഉണ്ട്. ഇനി വരുന്നത് ഇപ്പുറത്താണ്. സോ ഇപ്പുറത്ത് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഷോപ്പിംഗ് ലിസ്റ്റ് മാറ്റണം, മീൽ പ്ലാൻ മാറ്റണം, വീക്ക്ലി എക്സ്പെൻസ് മാറ്റണം. നമുക്ക് ഈ ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒറാക്കിൾ കാർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബൈറ്റ് ഔട്ടുള്ളതൊന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതേപോലത്തെ വൈറ്റ് ഔട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എന്താ പറയുക, ആമസോണിൽ നിന്ന്.
ആയിട്ട് വാങ്ങാൻ കിട്ടും. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ. വൈറ്റ്നറല്ല, ഇത് ഒരു ടേപ്പ് മാതിരിയാണ്. ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റിക്കർ മാതിരിയാണ്. ഇത് സ്റ്റിക്ക് ചെയ്ത് നിന്നോളും. നല്ല വൈറ്റ്, പ്യുവർ വൈറ്റ് കളറിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ഭാഗത്തും വൈറ്റ് ഔട്ട് ഇട്ടിട്ട് മാച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ലേബൽ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും സ്പേസ് ആൻഡ് ബ്യൂട്ടി പ്ലാനറിൻ്റെ കുറച്ച് ലേബിൾസ് ഇരിക്കുന്നുണ്ട്, മീൻസ് ബോക്സസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഒട്ടിക്കാം. ഇതാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിട്ട് തോന്നുന്നത്, കുറച്ച് കളർഫുൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ എന്താ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അതുണ്ടോ ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ലേബിൾസാണ് ഒട്ടിച്ചത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ലേബിൾസാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ പല കളേഴ്സിൽ. സോ നമുക്ക് ഇനി വർക്ക് ഗോൾസ് എഴുതി തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചിലപ്പോൾ ഞാനൊരു 2-3 വീഡിയോ, യൂട്യൂബ് വീഡിയോ ചിലപ്പോൾ ഈ ആഴ്ച അപ്ലോഡ് ചെയ്തു എന്ന് വരും. സോ ഇപ്പോൾ 2 വീഡിയോയെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ഈ ഓരോ വീക്ക്, ഇനി വരുന്ന ഓരോ വീക്ക് ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. സോ എനിക്ക് വന്ന കാർഡ് ഇതാണ്. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ ആണ് കാർഡ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അത് ഇവിടെ എഴുതാം. അതിൻ്റെ അർത്ഥം ഞാനിവിടെ എഴുതിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ ഇതാണ് കാർഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതും കൂടെ ഫില്ല് ചെയ്യാം. ഇവിടെ ഞാൻ ഡെയിലി നോട്ട് സെക്ഷനായിട്ടാണ് ഇപ്പോൾ എഴുതുന്നത്. സോ ഡെയിലി നോട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ അർത്ഥം നോക്കാം. സോ എക്സ്പ്ലനേഷൻ ഇതാണ്. ഗ്രെഡ്ജസ് ആർ toxic. Let something go എന്നുള്ളൊരർത്ഥമുണ്ട്. വേറൊരർത്ഥമുള്ളത് ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ എന്ന് പറയുന്നതിൻ്റെ വേറൊരർത്ഥം യൂസ് യുവർ മാജിക് എന്നുള്ളൊരു അർത്ഥമുണ്ട് കേട്ടോ. ഇതാണ് ഈ ആഴ്ച വന്ന എനിക്ക് കാർഡ്, ഈ ആഴ്ചത്തെ ഗൈഡൻസ്. സോ ഇത് സ്റ്റിക്ക് ചെയ്തിട്ടായിരിക്കും മെയിൻലി നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.